ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇവനാണെങ്കിൽ ഗംഗയാണെങ്കിൽ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു വണ്ടിയുടെ പിന്നിൽ പൊത്തിപ്പിടിച്ച് കയറി അവൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പോലീസ് അവനെയും കാണുന്നില്ല. എന്തായാലും പോലീസ് അരിച്ച് അവൻ രക്ഷപ്പെട്ടല്ലോ, പെട്ടെന്ന് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ കോൺസ്റ്റബിളിനോട് പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഗംഗയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സ്റ്റെഫിയെയാണ്. സ്റ്റെഫി ജയിലിന്റെ അകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് സ്റ്റെഫിയുടെ കൂടെയുള്ള തടവുകാരി ചോദിക്കുന്നത്, നീ കുറെ നേരമായല്ലോ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നത്, നീ അവനെ തന്നെ ആലോചിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, എനിക്ക് അവനെ മാത്രമല്ലേ ആലോചിക്കാനുള്ളൂ, അതെ എൻ്റെ കാലിന് വല്ലാത്തൊരു വേദന, നീ ഒന്ന് കാലൊന്ന് തടവിയേ എന്ന് പറഞ്ഞ് ആ തടവുകാരി അവിടെ ഇരുന്നിട്ട് അവളുടെ മടിയിലോട്ട് ആ കാല് നീട്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റെഫി പയ്യെ പയ്യെ ആ കാല് തിരുമുകയാണ്. ആ സമയം ആ തടവുകാരി പറയുന്നുണ്ട്, നീ എന്തിനാ അവനെ ഇങ്ങനെ ഏതു നേരവും ആലോചിച്ചിരിക്കുന്നത്? അപ്പോൾ അതെ, എനിക്ക് അവൻ പ്രിയപ്പെട്ടത് തന്നെയാണ്, അവൻ എന്തായാലും പുറത്തുണ്ട്, അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ, എടി പെണ്ണെ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് അവനെ വിട്ട് കളഞ്ഞിട്ട് നിനക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേറെ നല്ലൊരു കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി നല്ല സുഖമായിട്ട് വേറൊരു ജീവിതം നോക്കുന്നതല്ലേ നിനക്ക് നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. നീ അല്ലെങ്കിലും അവനെ ഇങ്ങനെ കാത്തുവച്ചിരുന്നോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കവും കാര്യങ്ങളാവുകയാണ്. ആ സമയം ആ തടവുകാരി പറയുന്നുണ്ട്, ഇത് എൻ്റെ ഈ കൈ കൊണ്ട് ഒന്നാം നിനക്ക് തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാകുന്നുണ്ട്. എന്തായാലും സ്റ്റെഫിയുടെ ഭാവം ആ നേരത്ത് മാറുകയാണ്. സ്റ്റെഫി അതുവരെയും പഞ്ചപുച്ഛം അടച്ചിരുന്ന അവള് നേരെ അവളുടെ എല്ലാ ശക്തിയും എടുത്തിട്ട് ആ തടവുകാരിയുടെ മേൽ പ്രയോഗിക്കുകയാണ്. എന്നിട്ട് നല്ല അടിയടിക്കുന്നുണ്ട്, തിരിച്ചും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ജയിക്കുന്നത് സ്റ്റെഫി തന്നെയാണ്. സ്റ്റെഫി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം, നിങ്ങൾ കുറെ നാളായി എന്നെ ഇതാക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതാണ് ഗംഗയുടെ കൂടെ നടന്നാലുള്ള ഗുണം, ഇത് നാടൻ തല്ല് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അതിൽ അപ്പുറമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒതുങ്ങി കൂടുകയാണ്. അപ്പൊ ആ തടവുകാരി പറയുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ ഇനി ഒന്നിനും ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഭാഗത്ത് അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെ കാർത്തികയുടെ വീട്ടിൽ എല്ലാവരും പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ശാന്തേച്ചി, യാമിനി, അമ്മൂമ്മ, പിന്നെ കാദംബരി, അങ്ങനെ എല്ലാവരും അരിഞ്ഞ് അങ്ങനെ അവരങ്ങനെ കുശലം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഗംഗയുടെ കാര്യം പറയുകയാണ്, അവനുടനെ തന്നെ പിടികൂടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ നേരത്തെ തന്നെ കല്യാണി അവിടേക്ക് നമ്മുടെ അമലുവിനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ അമലുവിനെ കാണുമ്പോൾ അമ്മൂമ്മ മനസ്സിൽ കരുതുന്നുണ്ട്, പാവം പെൺകുട്ടി, ആ ദുഷ്ടൻ ആ കുട്ടിയുടെ ജീവിതം തകർത്തെറിഞ്ഞു പോയതാണ് എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട്, വാ മോളെ ഇവിടെ വന്ന് ഇരിക്കി എന്ന് അമ്മൂമ്മ പറയുന്നുണ്ട്. അപ്പോഴും ആ കുട്ടി അതായത് അമല് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മരിച്ച വിഷമം ഇപ്പോഴും മോൾക്ക് മാറിയിട്ടില്ലല്ലേ, അതുകൊണ്ടാണ് കുട്ടി ഏതു നേരം കരയുന്നത് എന്ന് അമ്മൂമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. മോള് കരയണ്ട മോളെ, കാരണം മോള് ഈ കല്യാണം കൂടി ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവൻ്റെ ശവം മോള് കാണും, അവനെ കൊത്തിയെറിയും ഇവിടെ ഉള്ളവർ, അവനെ ആർക്ക് കിട്ടിയാലും ആർക്ക് കണ്ടു കഴിഞ്ഞാലും എല്ലാവർക്കും കൊല്ലാനുള്ള ദേഷ്യമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ശാന്തേച്ചിയൊക്കെ പറയുന്നുണ്ട്, അതെ ഏറ്റവും നല്ലൊരു പയ്യൻ തന്നെയല്ലേ ആ വേലു എന്ന് പറയുന്നവനെ, അതിനെ സ്നേഹിക്കാതെ മറ്റൊരുത്തനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പണി കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, വേണ്ട ശാന്തേച്ചി അങ്ങനെയൊന്നും ഇനി പറയണ്ട അമലുവിനോട്, അവളെല്ലാം വിഷമിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. അപ്പൊ യാമിനി പറയാണ്, അതെ നമ്മുടെ വേലുവിന്റെ കയ്യിൽ ഒരു കത്തി കണ്ടായിരുന്നു, അതൊന്ന് സൈഡ് എന്തൊരു വലിയ കത്തിയാ, അത് ഒന്ന് അരികത്ത് കൂടെ പോയാൽ മതി അപ്പം മുറിയും, അമ്മ അതിൽ കത്തിയാണ്, എന്തായാലും അത് അവൻ എടുത്തു വെച്ചിരിക്കുകയാണ് ആ ഗംഗയുടെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവര് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കിരണിനെയും അതുപോലെ ഇവനെയും രതീഷും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ അവിടേക്ക് അതാ വരുന്നു നമ്മുടെ ഇവൻ വരികയാണ്, രാജപ്പണ്ണൻ വരുന്നുണ്ട്. രാജപ്പണ്ണന് ചെവിട്ടിലൊരു പൂവും വെച്ച് പോക്കറ്റിലൊരു പൂവ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കിരൺ രതീഷിനോട് പറയുന്നുണ്ട്, പാവം അയാളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്, പൈസയൊന്നും കയ്യിലില്ല, ഭക്ഷണത്തിനൊക്കെ മറ്റുള്ളവരോട് ചെന്ന് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്, ആ തടി മാത്രമേ ഉള്ളൂ, ആ വയറ് മാത്രമേ ഉള്ളൂ ശരീരത്ത്, അല്ലാതെ
മഹാപട്ടിണിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജപ്പണ്ണൻ അവിടേക്ക് വരികയാണ്. എടാ ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ വല്ലവരെ മരണത്തിന്റെ വല്ലതാണോ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ ഇത്തിരി ഭക്ഷണം കിട്ടാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. അതെ, എനിക്ക് കോടികൾ 1.5 കോടി കുറേ ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് എനിക്ക് തന്നില്ല. അങ്ങനെ തന്നിരുന്നെങ്കിൽ ഞാൻ 1.5 കോടി ഞാൻ നിനക്ക് തന്നേനെ എന്ന് കിരണിനോട് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ, പൈസ ചോദിക്കാതെ എന്തേ തന്നാ നീ മേടിക്കില്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ രാജപ്പൻ കുറച്ചു നേരം ഇരുന്നിങ്ങനെ പൊട്ടി ചിരിക്കുകയാണ്. അതിനുശേഷം എന്തിനാ അണ്ണ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് രതീഷ്. അപ്പം തന്നെ കരയുകയാണ്. അപ്പം രതീഷ് പറയാണ്, വേണ്ട അണ്ണ, ചിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കണോ കരയണോ നിങ്ങൾ തീരുമാനിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് പാടില്ല, എനിക്ക് ഇത്തിരി ഭക്ഷണം തന്നേ എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ ഭക്ഷണം അപ്പുറത്തുണ്ട്, കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയാണ് രതീഷിനോട്. എനിക്ക് അകത്തൊന്നും തന്നാൽ ശരിയാവില്ല, എനിക്ക് പുറത്തിരുന്നത് എന്നെ കഴിക്കണം എന്ന് പറയുമ്പോൾ പുറത്തിരുന്നത് എന്നെ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് ചോദിക്കാണ്, അല്ല വന്ന വഴിക്ക് പ്രകാശനെ കണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണം. ആ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ അവനെ എന്നാണ് ഞാൻ പരിചയപ്പെട്ടതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല, ഞാൻ കണ്ടായിരുന്നു അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും രാജപ്പൻ്റെ കിളി പോയി അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതിനുശേഷം രതീഷ് അവിടെ നിന്നും കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. പിന്നാമ്പുറത്ത് പന്തലക്കുണ്ട്, അപ്പോൾ അവിടെ എത്തി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാസ് എന്ന് പറയുന്ന അവരുടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചോറൊക്കെ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ രാജപ്പൻ ചോദിക്കുകയാണ്, ഇതെന്തോന്ന് കടുകുമണിയിൽ അത്രയേ ഉള്ളൂ, ഇതൊന്നും എനിക്ക് പോരാ കേട്ടോ, അത് ചേട്ടൻ തിന്നു ചേട്ടാ, അത് കഴിഞ്ഞിട്ട് ഇനി ഇട്ട് തരാം. ആ എന്നാ കൊള്ളാം, അല്ലെങ്കിൽ നിന്നൊക്കെ ഇവിടെ ജോലിക്ക് വെച്ചിരുന്ന് കാശ് കൊടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ രാജപ്പൻ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണിയെ കുറിച്ചിട്ട് രാജപ്പനോട് ചോദിക്കുന്നുണ്ട്. ആ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദാസ് പറയുന്നുണ്ട്, ഇല്ല, കല്യാണിയുടെ കല്യാണം കഴിയാതെയാണ് ഒരു കുഞ്ഞുണ്ടായത് എന്ന് പറയുമ്പോൾ, ആ അത് ശരിയാണ്, ഇനി ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്താ പൊട്ട സ്വഭാവം, ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ജീവിക്കണേ എന്നൊക്കെ ഇങ്ങനെ രാജപ്പൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കല്യാണി എത്തുകയാണ്. അപ്പൊ രാജപ്പണ്ണ എന്ന് പറയുന്നുണ്ട്, ആ ഈ പിന്നെ ഞാൻ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്നിങ്ങനെ കല്യാണിയെ നോക്കി രാജപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞുട്ടാ പാത്രത്തിൽ, എവിടെ ചോറ്, ബാക്കി ചോറ് വേഗം കൊണ്ടായോ, അതേ കൊണ്ടുവരാ എന്നും പറഞ്ഞ് ദാസ് അവിടെ നിന്നും ചോറ് എടുക്കാൻ പോകുമ്പോൾ ഒരു ഇത്തിരി സമയം വൈകുന്നുണ്ട്. അപ്പോഴേക്കും രാജപ്പന്റെ സ്വഭാവം മാറി. രാജപ്പൻ തിന്ന ഗ്ലാസും ആ പാത്രവും അവിടെ തട്ടി തെറിപ്പിക്കുകയാണ്. എത്ര നേരമായി ചോറും ചോദിച്ചിട്ടെന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റ പാടത്തന്നെ ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തത്, ഒരു 1.5 കോടി രൂപയുടെ ഒരു ഡീലിംഗ് ഉണ്ടായിരുന്നു, എന്തായാലും ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രതീഷ് പറയുന്നത്, കൈ കഴുകിയില്ല എന്ന് പറയുമ്പോൾ, കൈ കഴുകിയില്ല അല്ലെ, എന്നിട്ട് ആ കൈയിനെ നോക്കിയിട്ട് കൈയോട് പറയുന്നുണ്ട്, അതെ തിന്നാൻ മാത്രം മതി, ഒന്ന് പോയി കഴുകിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കൈയിനോട് വർത്താനം പറയുകയാണ്. അങ്ങനെ ആ കൈയൊക്കെ വിരലൊക്കെ ചപ്പി അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും ദാസ് ചോറുമായി വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അയാൾ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണി പറയാണ്, പാവം അയാളുടെ ഈ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നണം, എന്തായാലും അയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, വേറൊന്നുമല്ല അച്ഛനേക്ക് സഹായിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടുള്ളതാണ്, അയാൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അലയണ കാണുമ്പോൾ വിഷമം തോന്നാണ് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറഞ്ഞങ്ങനെ നിൽക്കാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണും അതുപോലെ ഇവനും കൂടിയിട്ട് മനോഹറും കൂടി സംസാരിക്കുകയാണ്. മനോഹർ ആവശ്യപ്പെടുന്നുണ്ട് തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ അതിനൊന്നും നിൽക്കണ്ട ഇവനെ, അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവൾ നിന്നെ കൊല്ലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനിങ്ങനെ മനോഹർ പറയുന്നുണ്ട് ഗംഗയെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം മനോഹർ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ഓരോ തലമുടികൾ ഇങ്ങനെ വിഗൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, ഏത് വേഷമാണ് എനിക്ക് ചേരുന്നത്. എന്തായാലും ഉടനെ തന്നെ കാർത്തികയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെക്കൻ്റെ വീട്ടിൽ എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞൊരു ഉറച്ച തീരുമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.